പൂന്തോട്ടത്തിലെടുത്തത് മതി. ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഫ്ലോർ അല്ലേ, ഇവിടെ നിന്ന് കുറച്ച് പോസ് ചെയ്യാം. ഇത് നല്ല ലൊക്കേഷൻ അടിപൊളിയായിരിക്കും. നമ്മുടെ കൊച്ചി ഇതൊക്കെ ഒന്ന് കാണണല്ലോ. ഞാന് എങ്ങനെ എവിടെ സാറ് ഒന്ന് ജസ്റ്റ് ഈ വയറിലൊന്ന് എടുത്തോ. അടിപൊളി. മോള് വെച്ച് സാർ ഒന്നുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് തിരിയാ കേട്ടോ. ഞങ്ങളുടെ അടുത്ത പോസ് ഏതാണെന്ന് ആലോചിക്കണം. നമുക്കൊരു നല്ല സാർ ആലോചിച്ചോ ഏത് പൊസിഷൻ ഞങ്ങൾ എടുത്തു തരും? ആലോചിക്കേ. നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് 1-2 ഫോട്ടോ എന്റെ ഒന്ന് എടുത്തു തരുമോ? ആദ്യം ഇതൊന്നും കഴിയട്ടെ കേട്ടോ. എടുത്തു തരാം. സാർ ആലോചിക്കേ. എന്താണ് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ആണല്ലോ? അതെ ഉഷാരെടുത്ത് സാർ. നമ്മുടെ ആര്യ മേഡത്തിന്റെ ഗർഭകാല ഫോട്ടോസുകൾ നമ്മൾ എടുക്കുകയാണ്. കുട്ടിയുടെ ഓരോ വളർച്ചയും ഓരോ മാസത്തെ വളർച്ചയും നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുക. അതെ, ഓരോ മാസം അറിയാൻ സ്കാൻ ചെയ്യുന്നതാ നല്ലത്. സ്കാൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവൾക്ക് ഇത് ചെയ്യണമെന്ന് നിർബന്ധം. ഞാൻ പ്രശസ്ത സംവിധായകൻ, പ്രശസ്തൻ. ഇവൻ അത്ര പ്രശസ്തനൊന്നും, പക്ഷെ ഇവനെ കൊണ്ടാണ് ഞാൻ പ്രശസ്തനായത്. ഇവന് പണിയറിയേ, അതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? സത്യത്തിൽ ഇവിടേക്ക് വന്ന് കേറിയപ്പോ ഗേറ്റിന്റെ അവിടെ നിന്ന് ഒരു ചെറിയ സാധനം ഞാൻ എടുത്തു എന്നുള്ളത് സത്യമാണ്. അത് സെക്യൂരിറ്റിക്കാരൻ കാണുകയും ചെയ്തു. കണ്ട പാടെ തന്നെ എടുത്തോട് തന്നെ ഞാൻ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മേലത് ആവർത്തിക്കില്ല. ഞാൻ അതല്ല ചോദിച്ചത്. ഇതുപോലെ വല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ടോന്നോ? അതേ ടുള്ളൂ. നമ്മുടെ ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, എന്തിന് ഹിന്ദിയിലുള്ള ദീപിക പതുക്കോണ്ട് സേവ് ദ ഡേറ്റ് വരെ ഞാനല്ലേ എടുത്തേക്കണത്. ഞാനിതൊക്കെ അന്വേഷിക്കുവേ. അന്വേഷിക്കണ്ട, നുണയാണ്. വെറുതെ തള്ളിന്നുള്ളൂ. അപ്പൊ സാറ് പൊസിഷൻ നമ്മൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്. പക്ഷെ എന്റെ രീതി അങ്ങനെയല്ല, ആരും കാണാതെ എടുക്കണം. അതിനാണ് മോഷണം എന്ന് പറയുന്നത്. അതിന് 6 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. എല്ലാ കാര്യമുള്ള കാര്യമാണ്. എന്റെ പൊന്നു ബേബി സാറേ, നമ്മൾ ഈ സാധാരണ ഫോട്ടോഗ്രാഫർമാരിൽ നിന്ന് ചറവറ ഫോട്ടോ എടുക്കണ മാതിരിയല്ല ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ രീതി എങ്ങനെ? ഫോട്ടോയ്ക്ക് ജീവൻ വേണമെങ്കിൽ ഒരു കഥ വേണം. എങ്കിൽ ഞാനൊരു കഥ പറയാം. അതായത് ബേബി സാർ അവിടെ നിന്ന് ഓടി വരുന്നു, ആര്യം മേഡം അവിടെ നിന്ന് ഓടി വരുന്നു. രണ്ടുപേരും കൂടി ഓടി വരുന്ന കഴിയുമ്പോഴത്തേക്കും ഒരു സ്ലോ മോഷൻ ഇങ്ങനെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഡും പറഞ്ഞു കൊച്ചു പറക്കുന്നു. കൊച്ചു പിറക്കായിരിക്കും, പക്ഷെ കൊച്ചു പിറക്കുന്ന ഡുംന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഈ കഥ വേണ്ട. നിങ്ങൾ വേറെ നല്ലൊരു കഥയും കൊണ്ടുവന്നിട്ട് എനിക്ക് ഷൂട്ട് ചെയ്താൽ മതി. മാഡം, ഞാൻ നാളെ അതിരാവിലെ തന്നെ നല്ലൊരു കഥയായിട്ട് വരാം. ഇത്ര പെട്ടെന്ന് കഥ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ ഈ വർക്ക് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളെ പറ്റി നല്ലൊരു കഥയുണ്ടാക്കി നാളെ രാവിലെ വരും. ഈ വർക്ക് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ പറ്റി പല പല കഥകൾ ഞങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞുണ്ടാക്കും. കഥ ഉണ്ടാക്കിയിട്ട് വരാം. ചേട്ടാ കഥ ഉണ്ടാക്കിയിട്ട് വരട്ടെ. എന്നാ നാളെ രാവിലെ നല്ല കഥയായിരിക്കും. നല്ല കഥയായിരിക്കും. നാളെ വരാം. അതെ, നിങ്ങൾ പോണേല്ലേ, എന്റെ 1-2 ഫോട്ടോ കൂടി എടുത്തിട്ട്. വിവാഹം കഴിഞ്ഞാണോ? അല്ല, ആദ്യം റോഡ് വെട്ട്, എന്നിട്ട് നമുക്ക് ടാറിടാട്ടാ. ഓക്കെ. പറഞ്ഞ സംഭവം മനസ്സിലായില്ല.